മാച്ച് ഡേയിലെ രണ്ടാം മത്സരം അതൊരു ബ്ലോക്ക് ബസ്റ്റർ മത്സരമാണ് എന്ന് തന്നെ പറയാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ, ഒപ്പം ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ, ഇവർ തമ്മിലാണ് മത്സരം. രണ്ട് ഇതിഹാസ താരങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നു മൈതാനത്ത്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 ടൊറന്റോ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക. രണ്ട് ഇതിഹാസ താരങ്ങൾ, അവരുടെ അവസാന ലോകകപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഒരാൾ മുന്നോട്ട് പോകും, ഒരാളുടെ അവസാന മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരുടെയും പറയാൻ കഴിയില്ല. ഒരാളുടെ അവസാന മത്സരം എന്ന രീതിയിൽ നമുക്ക് ഈ മത്സരത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യുക. അതിൽ ലോകകപ്പ് എന്ന നേട്ടത്തിലേക്ക് യാത്ര തുടരാൻ ആർക്ക് സാധിക്കും എന്നതിന് കൂടി ഉത്തരം ഈ മത്സര ഫലം നമുക്ക് നൽകുകയും ചെയ്യും. എന്തായാലും അതൊരു കിടിലൻ മത്സരമായിരിക്കും. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. അത് പുലർച്ചെ 4:30 നടക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ജയമോ പരാജയമോ രണ്ടിൽ ഏത് സംഭവിച്ചാലും കാൽപന്തിന്റെ ചരിത്രത്തിലെ വലിയൊരു യുഗത്തിന് അന്ത്യം സംഭവിക്കാൻ പോവുകയാണ്. അത് ടൊറന്റോ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ലോകകപ്പ് എന്ന സുന്ദര സ്വപ്നം നെഞ്ചിലേറ്റി ബൂട്ട് കെട്ടിയ രണ്ട് ഇതിഹാസങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും, ഇന്നത്തെ പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരഫലത്തോടെ ഒരാളുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിന് വിരാമം കുറിക്കാൻ പോവുകയാണ്. ആര് പടിയിറങ്ങും, ആര് ലോക കിരീടത്തിലേക്ക് മുന്നേറും? ആ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കാതടപ്പിക്കുന്ന ഗ്യാലറികളെ, കാൽപന്തിന്റെ ചരിത്രമേ, നിങ്ങൾ കണ്ണു ചിമ്മരുത്. കാലം ഒരു യെസ് ഓർ നോ ഗെയിം നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. രണ്ടിലേത് സംഭവിച്ചാലും ഒരു യുഗം പടിയിറങ്ങും. ഒരു കാലഘട്ടം ബൂട്ടഴിച്ചു വെച്ച് ഫുട്ബോളിന്റെ അനശ്വരതയിലേക്ക് മടങ്ങും. സമകാലിക ഫുട്ബോളിലെ രണ്ട് പ്രകാശ ഗോപുരങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും. അവരിലൊരാളുടെ പടയോട്ടവും പടിയിറക്കവും ഒരു ദിവസം സംഭവിക്കുന്ന ഫുട്ബോളിന്റെ നാടകീയത കാലം അടയാളപ്പെടുത്തുകയാണ്. മാഡ്രിഡിന്റെ പുൽമൈതാനത്ത് ഒന്നിച്ചുവാണവർ. ഇന്ന് വിധിയുടെ കളിത്തട്ടിൽ പരസ്പരം പോരടിക്കുന്ന അസുലഭസുന്ദര നിമിഷത്തിൽ കണ്ണീരും സന്തോഷവും സമാസമം പിറവിയെടുക്കും. ലോകകപ്പ് ഫുട്ബോൾ റൗണ്ട് ഓഫ് 32 നിർണായക നോക്കൌട്ട് പോരാട്ടത്തിൽ വീഴുന്നത് ഒരു യുഗമാകാം, പിറവിയെടുക്കുന്നത് പുതുചരിത്രവും. ഒടുവിൽ മുഴങ്ങുന്ന ഫൈനൽ വിസിലോടുകൂടി ഒരാളുടെ സ്വപ്നം ജീവിക്കും, മറ്റൊരുവന്റെ സ്വപ്നം ചരിത്രമാകും. 40-കാരനായ ലൂക്ക മോഡ്രിച്ചിന്റെയും 41-കാരനായ ക്രിസ്ത്യാനോയുടെയും അവസാന ലോകകപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനോയുടേത് 6ാം ലോകകപ്പെങ്കിൽ മോഡ്രിച്ചിന് ഇത് 5ാമത്തേത്. റയൽ മാഡ്രിഡിൽ ഇരുവരും ഒന്നിച്ചു കളിച്ചത് 6 സീസണുകളിൽ. ആ പ്രതാപകാലത്ത് റയൽ എഴുതിയ വിജയഗാഥകളിലെല്ലാം ലൂക്ക റോണോ കെമിസ്ട്രിയുടെ ഇഫക്റ്റ് ഉണ്ടായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. 2014, 16, 17, 18 കാലയളവുകളിൽ റയലിന്റെ ഷെൽഫിലേക്ക് എത്തിയ കിരീടങ്ങളെല്ലാം അവരുടെ കളിമികവിന്റെ കൂടി നേരടയാളങ്ങളാണ്. കാൽപന്തുകളിയിലെ ഏറ്റവും മികച്ചവനെന്ന് അടയാളപ്പെടുത്തുന്ന ബലോൺ d'Orന്റെ അവകാശികളാണ് ഇരുവരും. റൊണാൾഡോ 5 തവണ ബലോൺ d'Or നേടിയപ്പോൾ 2018 മെസ്സി റൊണാൾഡോ യുഗത്തിന്റെ ആധിപത്യം തകർത്ത് ലൂക്ക മോഡ്രിച്ച് ബലോൺ d'Or സ്വന്തം പേരിലെഴുതി. പോർച്ചുഗലിന് 2016 യൂറോ കപ്പിലും 2019 നേഷൻസ് കപ്പിലും കിരീടത്തിലേക്ക് നയിച്ച പെരുമ പറയാനുണ്ട് റൊണാൾഡോയ്ക്ക്. മോഡ്രിച്ച് ആകട്ടെ ക്രൊയേഷ്യയെ 2018 ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പാക്കുന്നതിലും 2022 ലോകകപ്പിൽ 3ാം സ്ഥാനത്തെത്തിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു. നേട്ടങ്ങളിൽ പരസ്പരം മത്സരിക്കുമ്പോൾ ഇരുവർക്കും പൂർത്തിയാകാത്തൊരു സ്വപ്നം മാത്രം ബാക്കി, ലോകകപ്പിന്റെ കിരീടം. ആ സ്വപ്നത്തിന്റെ പാതയിൽ ആര് മുന്നേറും, ആര് കാലിടറുമെന്ന് ഉടനറിയാം. പക്ഷം പിടിക്കലുകൾ ഉണ്ടാകാം, ജയപരാജയങ്ങളുടെ മുൻവിധികളും ഉണ്ടായേക്കാം. പക്ഷേ ടൊറന്റോയുടെ പുൽമൈതാനത്ത് ഇന്ന് കുറിക്കുന്ന വിധി വലിയൊരു യുഗാന്ത്യത്തിന്റെ അടയാളപ്പെടുത്തലാകും. ദ ലാസ്റ്റ് ഡാൻസ് ഓഫ് മാഡ്രിഡ് ലെജൻഡ്സ്. കാത്തിരിക്കാം ആ ചരിത്ര നിമിഷത്തിനായി. ബിൻഷ മുഹമ്മദ്, വേൾഡ് കപ്പ് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.